ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. എല്ലാവരുടെ വീട്ടിൽ എന്തായാലും കളയാണ്ട് വെച്ച ഇതുപോലത്തെ ഒരു ഫോൺ ബോക്സ് ഉണ്ടാവും. അപ്പോൾ ആ ഒരു ബോക്സാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ ഒരു ഫോൺ ബോക്സിൻ്റെ ഉള്ളിലത്തെ ഭാഗം കവറിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ആ ഒരു പോർഷൻ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ആ കുഞ്ഞി പീസ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇപ്പോൾ ആ ഒരു കുഞ്ഞി പീസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് ഈ ബോക്സിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിട്ട് വെച്ച് കൊടുക്കാൻ പറ്റും. ഇനി ഈ കവറിൻ്റെ മേലത്തെ പോർഷനിൽ ആ ഒരു റെക്റ്റാങ്കിൾ പീസും കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇനി നേരത്തെ കട്ട് ചെയ്ത് വെച്ച ആ ഒരു കുഞ്ഞു പോർഷൻ ഈ കവറിൻ്റെ താഴെ ഭാഗത്തായിട്ട് വെച്ചിട്ട് ഇപ്പോൾ കട്ട് ചെയ്ത റെക്റ്റാങ്കിളിൻ്റെ ഈ 3 ഭാഗത്ത് ഗ്ലൂ അപ്ലൈ ചെയ്യുക. എന്നിട്ട് ആ ഒരു കുഞ്ഞു പീസിൻ്റെ മേലെയായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഫോൺ ബോക്സിൻ്റെ ബാക്കി വരുന്ന ആ പോർഷൻ ഇതേപോലെ ഇപ്പം ഒട്ടിച്ച് അതിൻ്റെ മേലേക്കായിട്ട് വെച്ചിട്ട് ആ എക്സ്ട്രാ ഭാഗം വരുന്നതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ നമ്മളുടെ ഫോൺ ബോക്സ് ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ഇനി ഒരു കളർ പേപ്പർ എടുത്തിട്ട് ഇതിൻ്റെ പുറത്തൊക്കെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇനി ഇതുപോലത്തെ ഓയിൻമെൻറ്റിൻ്റെ ഒക്കെ ക്യാപ്പ് ഉണ്ടാവില്ലേ, ആ ഒരു ക്യാപ്പ് എടുത്തിട്ട് ഈ താഴത്തെ പോർഷനിൽ ഫിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ മേലത്തെ ഭാഗം കൂടെ നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളുടെ ഫോൺ ബോക്സിൻ്റെ ലുക്ക് ഏകദേശം ഇതേപോലെ ആയിട്ടുണ്ട്. താഴത്തെ പോർഷൻ തുറക്കാനും അടയ്ക്കാനും പറ്റും, അതായത് ഒരു ഡ്രോയറിൻ്റെ ലുക്ക് ആയിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഡ്രോയറിൻ്റെ ബാക്ക് സൈഡിലും ഒരു കുഞ്ഞ് കാർഡ്ബോർഡ് പീസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു മേലത്തെ പോർഷൻ്റെ അളവിൽ 6 കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൽ കളർ പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കവറിൻ്റെ ഏറ്റവും മേലത്തെ പോർഷനിൽ നിന്ന് കട്ട് ചെയ്ത് മാറ്റിയ ഒരു പീസ് ഉണ്ട്. അതിൽ നിന്ന് ആ മിഡിലുള്ള നീളത്തിലുള്ള പീസ് മാത്രം എടുക്കുക. എന്നിട്ട് അതിലും ഒരു കളർ പേപ്പർ ചുറ്റിയിട്ട് വീഡിയോയിൽ കാണുന്ന ആ ഒരു പോർഷനിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ കാർഡ്ബോർഡ് പീസ് കട്ട് ചെയ്തില്ലേ, അതിൽ കാലണ്ടറാണ് എഴുതാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാലണ്ടർ ഇതിലേക്ക് വെച്ച് കഴിഞ്ഞാൽ പുറത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് അവിടെ ഫിക്സ് ചെയ്യുന്നത്. ഇനി അതിൻ്റെ മേലെ 2025 എന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഈ കാർഡ്ബോർഡ് പീസിൻ്റെ 2 ഭാഗത്തായിട്ട് 2 മാസങ്ങൾ എഴുതി കൊടുക്കുന്നുണ്ട്. ഇനി ഓരോ മാസത്തിലും ഡേറ്റ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആ മാസം ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഡേയും കൂടെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ പ്രത്യേകിച്ച് അതിലൊന്നും ചെയ്യുന്നില്ല. ഇനി ഈ ബോക്സിൻ്റെ എഡ്ജിലായിട്ട് ആ ഒരു ഭാഗം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നീറ്റ്നെസ്സിന് വേണ്ടിയിട്ട് ഒരു വൈറ്റ് വൂളൻ ത്രെഡ് ഇതേപോലെ ഇങ്ങനെ ബോർഡർ പോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം കളർ പേപ്പർ ചുറ്റുമ്പോൾ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്കും കൂടെ കവർ ചെയ്തിട്ട് ഒട്ടിക്കാം. ഇന്ന് ഹായ് പറയാൻ പറഞ്ഞിരിക്കുന്നത് ആരാധ്യയും ഷിഹയും ആണ്. അപ്പോൾ 2 പേർക്കും ഒരു ബിഗ് ഹായ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മളുടെ ഈ ഒരു പെൻ സ്റ്റാൻഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഒരു പെൻ സ്റ്റാൻഡ് കം കാലണ്ടർ
കം ഒരു ഓർഗനൈസർ പോലെയാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. ഒരു മിനി ഓർഗനൈസർ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് നമ്മളുടെ ഓർഗനൈസറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ആർക്കെങ്കിലും യൂസ്ഫുൾ ആവുമെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.